ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനും ആളുട്ടിയും കൂടി ബ്ലൗസൊക്കെ ഞങ്ങൾക്ക് എൻഗേജ്മെൻറ്റിൻ്റെ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനുണ്ട്. അങ്ങനെ പോവുകയാണ്. അപ്പോൾ രാവിലെ ഞാൻ മാളൂട്ടിയുടെ അവിടെ ചെന്നു. മോനെ നഴ്സറിയിലൊന്ന് വിട്ടിട്ട് പോകാമെന്നാണ് മാളൂട്ടി പറഞ്ഞിരുന്നത്. അപ്പോൾ രാവിലെ അമ്മയും മോനും കൂടി ചെറിയൊരു പിണക്കത്തിലൊന്ന് പിണങ്ങിയിരിക്കുകയായിരുന്നു. മോൻ്റെ അമ്മൂമ്മയുടെ കൈ തന്നെ ഇരുന്നു. ഞാൻ വിളിച്ചിട്ടൊന്നും വന്നില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ പിണക്കമൊക്കെ മാറി നഴ്സറി പോകാൻ സമ്മതിച്ചു. അങ്ങനെ നഴ്സറിയിൽ കൊണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയത്. അപ്പോൾ അംഗനവാടിയിലാണ് മോൻ പഠിക്കുന്നത്. കരിപ്പൂർ അംഗനവാടി ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്താണ്. അപ്പോൾ അവിടെ കൊണ്ട് വിട്ടിട്ടാണ് ഞാനും മാളൂട്ടിയും കൂടി പോയത്. മാളൂട്ടിക്ക് ജോലി ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് നേരത്തെ പെർമിഷനിലാണ് ഞങ്ങൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനായിട്ട് പോയത്. വഴുതയ്ക്കാടാണ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നത്. നഴ്സറിയിലെത്തി ടീച്ചറിനെയും കണ്ട് കുട്ടികളെ കണ്ടപ്പം പിന്നെ ആ പിണക്കത്തിൻ്റെ മൂഡ് അതെല്ലാം മാറി. പിന്നെ അങ്ങ് ഹാപ്പിയായി. പിന്നെ അവിടെ നിന്നോളൂ. ഞാൻ ഇപ്പം അങ്ങനെ കുറേ ദിവസം നഴ്സറി പോകാനുള്ള പിണക്കമൊന്നുമില്ല. പോകാൻ ഇഷ്ടമാണ്. അവിടെ പോയി കളിക്കാനും കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് അവിടെ ഇഷ്ടമാണ്. ഇത് വീട്ടിൽ നിന്ന് ബഹളം കാണിച്ചതിൻ്റെ പേരിലുള്ള ചെറിയൊരു പിണക്കമേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നഴ്സറി പിന്നെ അവിടെ ഇറക്കിയ ശേഷം പിന്നെ കരച്ചിലൊന്നും ഇല്ലായിരുന്നു. ആളങ്ങെല്ലാം ഓക്കെ. പിന്നെ ഞങ്ങൾ രണ്ടും കൂടെ അങ്ങനെ സിറ്റിയിലോട്ട് പോയി. അപ്പോൾ ഞങ്ങൾക്ക് അതിന് പോകുന്ന വഴിക്ക് രണ്ട് മൂന്ന് പർച്ചേസ് കുറച്ച് ഇതിൻ്റെയൊക്കെ ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എത്തിയ സമയം രാവിലെ ആയതുകൊണ്ട് തന്നെ സ്റ്റിച്ചിങ് യൂണിറ്റിൽ ഒരുപാട് തിരക്കൊന്നും ഇല്ലായിരുന്നു. അല്ലെങ്കിൽ ഒത്തിരി സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും ഉച്ചയ്ക്ക് ശേഷം പോകുമ്പോൾ. അതുകൊണ്ടാണ് ഞങ്ങൾ രാവിലെ തന്നെ പോകാമെന്ന് കരുതിയത്. പിന്നെ അവിടെ എത്തി ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു. അളവ് ബ്ലൗസ് കൊണ്ടുവന്നില്ല. അപ്പോൾ അളവെടുത്തു. കാരണം ഞാൻ ഒരുപാട് നാളായി ഒരു പുതിയ ബ്ലൗസ് തയ്ച്ചിട്ട്. അപ്പോൾ അതുപോലെ പിന്നെ കുറച്ച് ഡെക്കറേറ്റ് അവർ ചെയ്യുമ്പം അളവെടുത്ത് തയ്ക്കുന്നതായി കുറച്ചുകൂടെ ബെറ്റർ തോന്നി. അങ്ങനെ അതെല്ലാം കൊടുത്ത് തിരിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ തിരിച്ച് വരുന്നവർക്ക് ഞങ്ങളൊന്ന് മാർജിൻ ഫ്രീയിൽ കയറി. അതായത് മോന് ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുത്തു. അംഗനവാടിയിൽ ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ട്. അപ്പോൾ അവിടത്തേക്ക് ഫ്രണ്ടിനെ തിരഞ്ഞെടുപ്പോൾ ആ ഫ്രണ്ടിന് കൊടുക്കാൻ ഗിഫ്റ്റ്. പിന്നെ അവന് തന്നെ ഒരു കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് വീട്ടിലത്തേക്ക് വേണ്ടിയൊക്കെ മാളൂന് വാങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ രണ്ടും കൂടെ ഷോപ്പിൽ കയറി. അപ്പോൾ നല്ല നല്ല ക്യൂട്ട് ഐറ്റംസ്. എനിക്ക് ഈ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ക്രിസ്മസ് ഗിഫ്റ്റൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടു. പണ്ട് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ക്രിസ്മസിന് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കുകയും ഒക്കെ ഉണ്ട്. ഇപ്പം പിന്നെ ഞങ്ങളിതെല്ലാം കണ്ട് അങ്ങനെ അവിടെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊന്ന് ചെറിയൊരു വീഡിയോ അവിടെ വച്ചിരുന്ന ഐറ്റംസ് ഇതിൻ്റെയൊക്കെ എടുത്താണ്. അങ്ങനെ അത് അവിടെ നിന്നെല്ലാം വാങ്ങിച്ച് പിന്നെ കുറച്ച് ഐറ്റംസ് മോന് ഗിഫ്റ്റും പിന്നെ 2-3 ഈ ഡെക്കറേഷൻ ഐറ്റംസൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഇതിനോട് തിരിച്ചു വന്നു. അപ്പോൾ ഇന്ന് ക്രിസ്മസ് സെലിബ്രേഷൻ ഇന്ന് ക്ലാസ് തീരും. കുട്ടികൾക്ക് ഇന്നത്തെ എക്സാം തീർന്നു. പിന്നെ 2 ദിവസത്തേക്ക് എന്തെങ്കിലും ക്ലാസ് കാണത്തില്ല. അപ്പോൾ ഞാൻ ചെറിയൊരു കേക്ക് കട്ടിങ്ങും പിന്നെ അവർക്കൊരു ചെറിയൊരു എന്താ പറയുക ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് കരുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൊടുക്കാം. നമുക്കത് കാണാം. ഇതാണ് എൻ്റെ കുട്ടിപ്പട്ടാളം. 2-3 പേര് ആബ്സെൻ്റ് ഉണ്ട്. ഒരാൾക്ക് സുഖമില്ല, ഒരാൾക്ക് സ്കൂൾ ഡേ, അങ്ങനെയൊക്കെ വരാൻ പറ്റിയില്ല. ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ ഞാനും ആളുട്ടിയും കൂടി വീട്ടിൽ പോയിട്ട് വന്നതിന് ശേഷമാണ് ഞാൻ കേക്ക് വാങ്ങാൻ പോയത്. വിസ്മയെന്നാണ് കേക്ക് വാങ്ങിയത് മലയൻകീഴ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവരെന്നോട് കുറേ ദിവസം കൊണ്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, ചേച്ചി ക്രിസ്മസ് സെലിബ്രേഷൻ നടത്തുമോ. അപ്പോൾ സാധാരണ എപ്പോഴും ഹാപ്പി ന്യൂ ഇയർ കേക്ക് ഹാപ്പി ന്യൂ ഇയറിനോ അല്ലെങ്കിൽ ക്രിസ്മസിനോ ഒക്കെ നമുക്ക് ക്ലാസ് ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കും. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഈ ഒരാഴ്ച ക്ലാസ് കാണില്ല. കാരണം ഞാനും സ്ഥലത്തില്ല 2-3 ദിവസം. അതുപോലെ അവർക്കും എവിടേക്കോ പോകണം കുട്ടികൾക്ക്. പാരൻസിനെ പറഞ്ഞു ക്ലാസ് ഇല്ലാതിരുന്നാൽ കൊള്ളാം. പക്ഷേ അവർക്കൊക്കെ പോകാൻ കാണുമല്ലോ. മെയിനായിട്ട് ഞാനില്ല, എന്തായാലും കാണില്ല. എനിക്ക് 2-3 ദിവസത്തെ വേറെ പ്രോഗ്രാംസൊക്കെ ഉണ്ട്. അപ്പം ഞാനിവിടെ സ്ഥലത്തില്ല. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് പിന്നെ എന്തായാലും ഞാൻ 2-3 ദിവസത്തെ അവധി കൊടുത്തു. ഇനിയിപ്പോൾ അത് ക്രിസ്മസിന് കഴിഞ്ഞിട്ടേ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് കാണത്തുള്ളൂ. പിന്നെ അവധിക്ക് അങ്ങനെ അവർക്ക് വേണ്ടി ഞാൻ കേക്ക് ഞങ്ങളെല്ലാവരും കൂടെ ഒത്തിരുന്ന് കേക്ക് കട്ട് ചെയ്ത് പിന്നെ അതിലിരിക്കുന്ന ചോക്ലേറ്റ്സിൻ്റെ മറ്റേ പീസ് പോലത്തത് കഴിക്കുക അതിനായിരുന്നു. അത് ചേച്ചി എനിക്കിതാ. പിന്നെ അത് അടികൂടാതിരിക്കാൻ വേണ്ടി എല്ലാവർക്കും ഷെയർ ചെയ്തതിനെ കൊടുത്ത്. ഇല്ലെങ്കിൽ ഒരാൾക്ക് കിട്ടി ഒരാൾക്ക് കിട്ടിയില്ല എന്നുള്ള പരാതിയാവും. പിന്നെ എന്തായാലും കുഞ്ഞുങ്ങൾക്ക് നല്ല സന്തോഷമായി. കുഞ്ഞു സമ്മാനങ്ങളാണെങ്കിലും ഒരു സമ്മാനം കിട്ടുമ്പോൾ അതൊരു വലിയ സന്തോഷമല്ലേ. നമുക്ക് ഒരാളൊരു സാധനം കൊടുത്ത് ഞാനങ്ങനെ ഒത്തിരി വലിയ സമ്മാനമൊന്നും അല്ല അവർക്ക് കൊടുത്തത്. ഒരു പേന, പെൻസിൽ, ഇറേസർ ഇതൊക്കെയാണ് ഗിഫ്റ്റ് കൊടുത്തത്. പക്ഷെ അവർക്കത് ഒത്തിരി സന്തോഷമായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. അങ്ങനെ ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ ഇതോടെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ രാവിലെ തൊട്ട് ഒരു ദിവസത്തെ ഒരു പ്രോഗ്രാമായിരുന്നു. ട്യൂഷനും അതിനോടുള്ള അനുബന്ധിച്ച ഫങ്ഷൻസും ഒക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ഒരുപാട് നാൾക്ക് ശേഷം ഒരു വീഡിയോ ഇടുന്നത്. കൂടുതലും ഇപ്പോൾ ഷോർട്സാണ് ഇടുന്നത്. അപ്പോൾ ഇന്ന് നോക്കിയപ്പം എടുത്തതെല്ലാം കൂടെ ഒരു വീഡിയോ ആക്കാനായിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങ് ഇടാമെന്ന് കരുതി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയും ഈ ചാനൽ ഇഷ്ടപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.
സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.